ഇത് കണ്ട നമ്മുടെ മുളക് ചെടിയിൽ നിറയെ മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ടെറസിലെ ഗ്രോ ബാഗിലാണ് ഈ തൈകളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. ഇഷ്ടംപോലെ ഇതിലൊക്കെ മുളകുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ജൈവ സ്ലറി കൊടുക്കാറുണ്ട്. അതായത് കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്കിയിട്ട് 3-4 ദിവസം വെച്ചതിന് ശേഷം നേർപ്പിച്ചതിന് ശേഷം എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ വിളവും കിട്ടാറുണ്ട്. പിന്നെ ഞാൻ കൊടുക്കാറുള്ളത് നമ്മുടെ അടുക്കളയിൽ വേസ്റ്റായി വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, ഉള്ളിത്തൊലി, പഴത്തിൻ്റെ തൊലി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കമ്പോസ്റ്റ് ആക്കും. അത് ചട്ടിയിലോ ബക്കറ്റിലോ ചാക്കിലോ ഒക്കെ ഇട്ട് നമുക്ക് കമ്പോസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ചെടികൾക്ക് വാരി വാരി ഇട്ട് കൊടുക്കാം. ഇതൊന്നും നമ്മൾ വെറുതെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന സാധനങ്ങൾ തന്നെ നമുക്ക് കമ്പോസ്റ്റാക്കി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിലൊക്കെ നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കീടങ്ങൾക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാറുണ്ട് ആഴ്ചയിൽ 2 ദിവസമൊക്കെ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തുണ്ടാക്കിയ എൻ്റെ പച്ചമുളക് ചെടിയിൽ നിന്നൊക്കെ ഞാൻ വിളവെടുത്താണ്ടത്. എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക.